ഗുഡ് മോർണിംഗ്. ഇന്നലെ മൈസൂർ പാലസ് എല്ലാം പോയി തിരിച്ചു വന്ന് പിന്നെ കിടന്നു. ഒത്തിരി ഞങ്ങൾ സംസാരിച്ച് കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായി. പിന്നെ രാവിലത്തെ സൗണ്ട് തന്നെ ഇപ്പം എനിക്കറിയാം ഒട്ടും അങ്ങ് ക്ലിയർ അല്ല, ഒരു ബാസ് പിടിച്ച സൗണ്ടാണ്. ബട്ട് ഇന്നിപ്പോൾ ഡേ 2. നമ്മൾ രാവിലെ എണീറ്റു, ഇനിയിപ്പോൾ റെഡിയായി. ഇനിയിപ്പം ഇവിടെ ചൗമുണ്ടേശ്വരി ടെമ്പിളുണ്ട്, ആ ടെമ്പിളും പിന്നെ ഒരു ചർച്ചും ഉണ്ട്. അപ്പോൾ ആ ചർച്ചും കാണാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായിട്ട് സെറ്റായിട്ട് വരാം. ഓക്കെ, ഇതാണ് ഗൈസ് ഔട്ട്ഫിറ്റ്. സോ ഗൈസ്, രാവിലത്തെ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ GTR എന്ന് പറയുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിലേക്കാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു. സ്റ്റേ ഒക്കെ അടിപൊളിയാണ് ഗൈസ്. സോ ഞങ്ങളൊരു എയർബിഎൻബിയിൽ ഇവിടെ വിജയനഗരയിൽ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഇൻ ആൻ അഫോർഡബിൾ കോസ്റ്റ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുത്തു. 1 day സ്റ്റേ ഉള്ളായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. എല്ലാവരുമായിട്ടുള്ളൊരു സംസാരിച്ചിരിക്കാനും ഒരു ഗെറ്റ് ടുഗദർ, ആ ഒരു ഫീല് മനസ്സിലായി. ഒത്തിരി നാളായി. അപ്പം അതിൻ്റെ ഒരു മിസ്സിങ്ങും എല്ലാവരും എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു സ്റ്റേയും കാര്യങ്ങളും എല്ലാം. സോ യാ, ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളും കഥകളൊക്കെ പറയാം. സോ ഗൈസ്, ഇതാണ് GTR ടിഫിൻസ്. ഇവിടെ ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10K റിവ്യൂസും കാര്യങ്ങളൊക്കെ ഗൂഗിളിലുള്ളൊരു ടിഫിനാണിത്. അത്യാവശ്യം നല്ല ഫുഡാണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. അതോ ഫുഡ് ട്രൈ ചെയ്യാം. ഉച്ചയ്ക്ക് നേരത്തെ വേണം നമ്മൾ. സോ ഗൈസ്, ഫുഡ് കഴിച്ചു. ഇറ്റ് വാസ് ലൈക്ക് എ നൈസ് എക്സ്പീരിയൻസ് എന്ന് പറയാലോ. ആ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ദോശ, മസാല ദോശ, ബെന്നെ ദോശ, പിന്നെ അവസാനം കഴിച്ച ബിസ്ലേബാദ്, ഇതെല്ലാം ലൈക്ക് അതിൻ്റെ ഒരു ഒതൻറ്റിക് മൈസൂർ ടച്ച്. അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെ ഒരു സംഭവമല്ല. സോ ഇറ്റ് വാസ് സോ ഗുഡ്. ഐ ലൈക്ഡ് ഇറ്റ് എ ലോട്ട്. നിങ്ങളും വരുവാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഹൈജീനും കാര്യങ്ങളൊന്നും ആരും നോക്കരുത്. സോ ഇറ്റ്സ് ലൈക്ക് എ ബിറ്റ് കോംപ്രമൈസ്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സ്റ്റേ ഒന്നുകൂടെ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യണം. നമ്മൾ ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇനിയിപ്പോൾ ചെക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഗൈസ്, ചെക്ക് ഔട്ട് ചെയ്തു. ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി. ഞാൻ പറഞ്ഞ പോലെ സ്റ്റേയും കുഴപ്പമില്ലായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഈ ഒരു റേറ്റിന് അഫോർഡബിൾ ആയിട്ട് ഈ ഒരു സ്റ്റേ നമുക്ക് കിട്ടിയുള്ളൂ, മെയിൻലി ഈ ഒരു ദസറയുടെ ടൈമിൽ. സോ ഇവിടുന്ന് നമ്മൾ നേരെ മാൾ ഓഫ് മൈസൂർ വരെ പോവുക. സോ അവിടുന്ന് പിന്നെ ബാക്കിയുള്ള ഏരിയാസ് നോക്കാം ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ടൈം പോലെ നമുക്ക് റിട്ടേൺ ഉള്ള ട്രെയിൻ അറൗണ്ട് ഒരു 7:30 ആണ്. അപ്പോൾ ഒരു 7 ആകുമ്പോഴെങ്കിലും നമ്മൾ സ്റ്റേഷനിൽ എത്തുന്ന പോലെ പ്ലാൻ ചെയ്യണം. കാരണം ഇപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് ഈ ഒരു ദസറയുടെ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. സോ അതാലോചിച്ചിട്ട് നേരത്തെ ഇറങ്ങാം ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. എന്നാലും ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം. ആ ഒരു സ്ട്രക്ചർ വേണം. സോ ഗൈസ്, മാൾ ഓഫ് മൈസൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് അതിൻ്റെ എന്താ പറയുക, പറ്റുകയാണ് അതിൻ്റെ ലോക്കർ റൂം ഒന്ന് യൂസ് ചെയ്യണം. ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ടായി. സോ
സോ എന്നിട്ട് ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. സോ ഗൈസ്, ഇതാണ് മൈസൂർ മാൾ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. കാണാനൊരു പ്രീമിയം ലുക്കുണ്ട്. ഇത് തൊട്ടപ്പുറത്തുള്ള റാഡിസൺ ബ്ലൂ ആണ് ഗൈസ്. ഈ കാണുന്ന റാഡിസൺ ബ്ലൂ, ഇതിൻ്റെ എല്ലാം ഒരു സ്ട്രക്ചർ ഏകദേശം ഒരേപോലെയാണ് ഗൈസ്. ഞാൻ പലയിടത്ത് പോയപ്പോൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇവരുടെ ആ ഒരു ഹിസ്റ്ററിക്കൽ ആ ഒരു ഇത് എന്താ പറയുക, ആ ഡിസൈൻ, ആർക്കിടെക്ചർ, അതൊന്നും അവരങ്ങനെ വിട്ടിട്ടില്ല. അപ്പം അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. സോ അത് തന്നെ എനിക്ക് തോന്നുന്ന അവരുടെ ഒരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ റോഡ്സ് ആർ ആക്ച്വലി എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടി ഒരു നീറ്റ് ആൻഡ് എന്താ പറയുക ഒരു ബ്രോഡ് റോഡ്സ് ആയിട്ട് ഫീൽ ചെയ്തു. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളവിടെ ദിസ് ഈസ് നൈസ് ആക്ച്വലി. സോ മൈസൂർ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഗുഡ് ക്ലൈമറ്റാണ്. ലൈക്ക് നമുക്കൊന്ന് ഹാങ് ഔട്ട് ചെയ്ത് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സോ മൈസൂർ അങ്ങനെ ഒരു ഡിസൈനിലും ആ ഒരു എന്താ വീട്ടുകാരൊക്കെ ആയിട്ട് സ്റ്റേക്കേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഒരു ഏരിയ ആണ്. ലൈക്ക് നമുക്കൊന്ന് ഒരു വെക്കേഷൻ മൂഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം, ഒന്ന് കറങ്ങണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളും ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മറ്റേ ബൃന്ദാവൻ ഗാർഡൻ, അതൊക്കെ അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, അതൊക്കെ ഒന്ന് മിസ് ചെയ്യില്ലെന്നാണ് എല്ലാവരും പറയാറ്. ബട്ട് അതൊക്കെ മിസ്സായി. കാരണം നമുക്ക് ഈ ഒരു 1-2 ഡേയ്സിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്. സോ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യാം. നമ്മൾ എന്താ പറയുക, അതായിരുന്നു പ്ലാൻ. സോ യാ, ലൈക്ക് എന്തായാലും സോഫാർ ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ്, എസ്പെഷ്യലി ലൈക്ക് വിത്ത് ഫ്രണ്ട്സ്. സോ അവരെ കാണിക്കാതെ അവർക്ക് പ്രൈവസി റീസൺ. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം മാത്രം ഞാൻ കൂടുതൽ കാണിക്കുന്നത്. സോ ഇതൊക്കെ കൊണ്ടാണ് ഗൈസ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ലൈക്ക് ഓവറോൾ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് മൈസൂർ. മാളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ ചൗമുണ്ടേശ്വരി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളുണ്ട്. ഇവിടുന്ന് ഒരു 10-13 കിലോമീറ്റർ ഉണ്ട്. സോ ആ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടെമ്പിളിൽ പോയി അവിടുത്തെ വിഷ്വൽസ് എല്ലാം ക്യാച്ച് ചെയ്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ലഞ്ച് കഴിക്കാൻ അപ്പോൾ ടൈം ആവും. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകും. ഗൈസ്, ഇതാണ് ചൗമുണ്ടേശ്വരി ടെമ്പിൾ. ഇവിടെയും പൂജയ്ക്കുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അയ്യോ, നല്ല ട്രാഫിക് ആയിരുന്നു. ഒരു 1 hour എടുത്തു കറക്റ്റ്. അറൗണ്ട് ഒരു 1 hour എടുത്തിട്ടുണ്ട് ഇവിടെ എത്താൻ വേണ്ടി മാത്രമായിട്ട്. ഗൈസ്, നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ലേറ്റായി, ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 2 ആയി. ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിച്ചേച്ച് ബാക്കിയുള്ള പരിപാടികൾ. ഇവിടെ ഒത്തിരി നേരം എടുത്തു. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അകത്തോട്ട് കയറിയില്ല, ഭയങ്കര തിരക്കായിരുന്നുകൊണ്ടേ. സോ അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് നേരം കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങ് നിന്നു.
സോ എത്തിയപ്പോഴേ ഒരു വലിയ ലോങ് ക്യൂ ആയിരുന്നു വെളിയിൽ. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഞങ്ങളുടെ ചാൻസായി. ഒരു സീറ്റ് ഞങ്ങൾക്ക് എങ്ങനെയോ ഒപ്പിച്ചെടുത്തു. ഞങ്ങൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ആന്ധ്ര മീൽസും ട്രൈ ചെയ്തു. ലൈക്ക് ഇതാണ് മട്ടൻ ബിരിയാണി ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സോ ഹോട്ട് ആൻഡ് ഫ്ലേവർഫുൾ. അത് അതിൻ്റെ ആ ഒരു അറോമ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. ആൻഡ് ആ ഒരു മട്ടൺ പീസ് എന്ന് പറയുന്നതും ലൈക്ക് നല്ലൊരു എന്താ പറയുക സ്ക്വിഷി, ലൈക്ക് ഒരു വെൽ കുക്ക്ഡ് ആയിട്ടുള്ളൊരു മീറ്റായിരുന്നു. ഫുഡ് കഴിച്ചു. RRRൽ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ആന്ധ്ര മീൽസ് ട്രൈ ചെയ്തു. സോ ലൈക്ക് നൈസായിരുന്നു കേട്ടോ, ലൈക്ക് വേർത്ത്. അപ്പം മൈസൂർ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ എന്തായാലും ശ്രമിക്കാം. അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും പിന്നെ എല്ലാം ലൈക്ക് ഫുള്ളി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ പറ്റുവാണെങ്കിൽ നിങ്ങൾ മൈസൂർ വരുന്നവരൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റാണത്. സോ അവിടുന്ന് നമ്മൾ അടുത്ത് ഫിലോമിനാസ് ഒരു കത്തീഡ്രലുണ്ട്, സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. സോ അതൊരു ഓൾഡസ്റ്റ് കത്തീഡ്രലാണ്, ഒരു ചർച്ചാണ്. സോ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 4 hour ആയി. ഇനിയിപ്പം അധികം അവിടെ ചർച്ചിലിരുന്ന് ചർച്ചിൻ്റെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു പരിപാടിയായിരിക്കും. അല്ലാതെ വേറെ പ്ലാൻ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. സോ യാ, ഗൈസ് നമ്മളിവിടെ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ അതിൻ്റെ അകം ഞാൻ വിഷ്വൽസിൽ കാണിച്ച പോലെ ലൈക്ക് ഇറ്റ്സ് സോ ഡിവൈൻ, ലൈക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. മറ്റുള്ള കത്തീഡ്രലിൽ വെച്ച് പോലെയൊക്കെ തന്നെ ലൈക്ക് ബട്ട് സ്റ്റിൽ അതിൻ്റെ അത് ഭയങ്കര ആ ഒരു സൈലൻസും എന്തോ ഒരു സ്പിരിച്വൽ നല്ലൊരു ഫീലാണ് അതിൻ്റെ അകത്ത്. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ കുറേ നല്ലൊരു മൊമെൻ്റ് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മൈസൂർ മാളിൽ നമ്മളൊന്നുകൂടെ മാളിൽ പോയി നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് മാളും ഒന്ന് കയറി കണ്ട് എന്നിട്ട് പയ്യെ സ്റ്റേഷനിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്.
ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഞാൻ നല്ല ഹറിയായിരുന്നു. മൈസൂർ ആ ഒരു മാളിൻ്റെ അവിടെ നിന്ന് ഓട്ടോ കിട്ടാൻ നല്ല താമസം ഉണ്ടായിരുന്നു. ഈ ദസറയുടെ ടൈമൊക്കെ ആവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല പാടായിരുന്നു ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടി. അവസാനം റഷ് ചെയ്ത് അവസാനം ഇപ്പോൾ എത്ര 7:25 7:30 നമുക്ക് ട്രെയിൻ ലീവ് ചെയ്യുന്നത് ഇവിടെ നിന്ന്. അപ്പം 7:25 ആയപ്പോൾ ഇവിടെ എത്തി. ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓൺലി, ലൈക്ക് അവർക്ക് ഓട്ടോ കിട്ടാൻ ഭയങ്കരമായിട്ട് ലേറ്റായി. സോ ഇറ്റ് വാസ് ഗുഡ്. ഞാൻ ബാക്കി വീട്ടിൽ ചെന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു ജേർണിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഗൈസ് തിരിച്ച് സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഇനി ഒരു ഓട്ടോ പിടിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30 കറക്റ്റ് ആ ഒരു ടൈം കീപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടി തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഒരു വണ്ടർഫുൾ ഒരു ജേർണി, ഒരു ട്രിപ്പ് അങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. സോ ഇറ്റ് വാസ് നൈസ്. ഐ ആക്ച്വലി എൻജോയ്ഡ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആസ് വെൽ. സോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഗൈസ് ഫൈനലി വെയർ വി ഹാവ് സ്റ്റാർട്ടഡ്, ലൈക്ക് വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ട്രിപ്പ് വാസ് സോ ഗുഡ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് എല്ലാ ഒരു സ്ഥലത്തിലും ചെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പ് വാസ് സോ ഗുഡ്. എൻജോയ്ഡ് എവറി ബിറ്റ്. ഞങ്ങൾ ഒരു സഡൻ പ്ലാൻ ആയിരുന്നുകൊണ്ട് ഒത്തിരി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്താ പറയുക, ഒരു എല്ലാവരും കൂടെ ചേർന്നുള്ള കുറച്ച് സമയം, സന്തോഷം പങ്കിടുക. സോ ആ ഒരു ഫാക്ടർ മെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഈ തവണ ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. മെയിൻലി ഈ തവണ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എല്ലാ ലൈക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ലൈക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്തു. അതിപ്പോൾ ദോശയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബിരിയാണിയാണ്, RRRലെ ബിരിയാണി, അല്ലെങ്കിൽ മീൽസ് ആണെങ്കിൽ പോലും, ലൈക്ക് എല്ലാം ലൈക്ക് ഞങ്ങൾ പോയ ഓരോ സ്ഥലങ്ങളും അവരുടേതായ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റും ഫുഡും എല്ലാം ലൈക്ക് അടിപൊളിയായിരുന്നു. സോ അത് ഒത്തിരി എൻജോയ് ചെയ്തു. അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ അതുകൂടാതെ തന്നെ അവിടെ കാണാനുള്ള ഓരോ ആർക്കിടെക്ചറൽ മോണ്യുമെൻറ്റ്സ്, അല്ലെ ഇപ്പോൾ പോയ ടെമ്പിൾ, ഓരോ ബിൽഡിങ്സ്, ഇതിനെല്ലാം ലൈക്ക് ഒരു കോമൺ ഒരു സ്റ്റോറി അല്ലെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ ബിൽട്ടാണ്. സോ അത് സോ ഗുഡ്. അപ്പം അങ്ങനത്തെ ഒത്തിരി ഫാക്ടേഴ്സ് ഈ ഒരു ട്രിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ലൈക്ക് മൈസൂരിൻ്റെ ആ ഒരു ബിൽഡിങ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, ആ ഒരു അതിൻ്റെ ഒരു ഹിസ്റ്ററി, സോ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. സോ ഓവറോൾ ഇറ്റ് വാസ് എ വെരി നൈസ് ട്രിപ്പ്. എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഒത്തിരി സന്തോഷം. പിന്നെ ഒത്തിരി ഫ്ലോസ് ഉണ്ട്. ആദ്യത്തെ ഒരു ഫേസ് വെച്ച് ഓൺ ഫേസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, വ്ളോഗിങ് ആണ്. സോ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. കുറേയൊക്കെ പഠിച്ചു, കുറേയൊക്കെ മനസ്സിലാക്കി. സോ സെറ്റാക്കി. ഇത്തവണ ഇത്രയൊക്കെ സെറ്റാക്കി. അടുത്ത തവണ ഇതിലും ബെറ്റർ ആക്കാൻ മാക്സിമം നോക്കാം. സോ ഇത്രയും വീഡിയോ കണ്ടിരുന്ന എൻ്റെ ഒരു ജേർണിയിൽ ഈ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവരോടും ലൈക്ക് എ ബിഗ് താങ്ക്സ്. ഇനിയും പുതിയ വീഡിയോസ് അല്ലെ പുതിയ എന്താ പറയുക കണ്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.